തിരുവനന്തപുരം നഗരത്തിലെ തുമ്പയിൽ യുവാക്കൾക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു 2 പേർക്ക് പരിക്കുപറ്റി. തുമ്പ സ്വദേശികളായ അഖിൽ, വിവേക് എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. 2 ബൈക്കുകളിൽ എത്തിയ 4 അംഗ സംഘമാണ് സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ല ഗുണ്ടകളുടെ തലസ്ഥാനമായി മാറിയിട്ട് കുറേ കാലമായി. ഈ 2 ബൈക്കുകളിലായി എത്തിയ സംഘങ്ങളെക്കുറിച്ച് വിവരമുണ്ടോ? ഈ യുവാക്കളുമായി എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ? പോലീസിന് എന്തെങ്കിലും പ്രാഥമിക സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? രതീഷ്, തുമ്പയിൽ നെഹ്റു ജംഗ്ഷന് സമീപം ഈ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ പ്രത്യേകതയുള്ള കാര്യം. ഈ കാണുന്ന സ്ഥലത്ത് നിൽക്കുകയായിരുന്നു അഖിലും വിവേകും. ഇവിടെ നിൽക്കുന്ന ഈ 2 പേർക്ക് നേരെ ബൈക്കിലെത്തി, ഇരുചക്ര വാഹനത്തിലെത്തിയ 4 അംഗ സംഘം സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടെ സമീപവാസികളുമൊക്കെ തന്നെ പറയുന്നത്. ഏതായാലും അത്യന്തം ഗൗരവമേറിയ കാര്യമാണ്. കാരണം ഇതിന് തൊട്ടടുത്താണ്, കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്താണ് VSS ഉള്ളത്. ഇപ്പോൾ ഏതായാലും പോലീസിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും ഒക്കെ പരിശോധനകൾ ഈ പ്രദേശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെസിഡന്റ് അസോസിയേഷൻ്റെ പ്രതിനിധി നമ്മോടൊപ്പം ചേരുന്നതാണ്. ചേട്ടാ, എന്താണ് ഉണ്ടായത്? ഇവിടെ 2 പേര് വന്ന് പടക്കറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. ഈ മേഖല അത്ര പ്രശ്നബാധിത മേഖലയല്ല. കാരണം ഇവിടെ BSS ജീവനക്കാരും പ്രദേശവാസികളുമായിട്ടൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് പ്രധാന പ്രശ്നം കുടിപ്പകയാണ്, അല്ലാതെ രാഷ്ട്രീയമൊന്നും ഇതിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ റെസിഡൻസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പം എല്ലാ മാസത്തെയും ജനമൈത്രി മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കുന്ന ഇത് എന്നെ അവർ സർക്കിൾ ചോദിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറയും, സാറേ ഇവിടെ ക്രമസമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒന്നുമില്ല, എൻ്റെ പ്രദേശമൊക്കെ വളരെ ക്ലിയറാണ്. പിന്നെ അല്ലാത്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ റോഡിൻ്റെ അതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് പറയാറുണ്ട്. കുടിപ്പകയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇവർ രാഷ്ട്രീയത്തിൽ 2 പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവർ മറ്റേ പാർട്ടിയിലും ഉണ്ട്, ഇതിലും ഉണ്ട്. അത് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ ഇത് രാഷ്ട്രീയം അവർക്ക് ശക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാരല്ല. ഇത് ഏത് പാർട്ടിക്കാരാണെന്ന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞില്ല. ഇതിപ്പം ഇത് ക്രിമിനൽ കേസോ അങ്ങനെ ഉള്ളവരാണോ? ഉണ്ട്. ക്രിമിനൽ കേസൊക്കെ ഉള്ള പാർട്ടികളല്ലേ, അവരറിയാതെ എല്ലാവർക്കും ഉള്ളവർ എന്താ ഈ ചെയ്ത പ്രതികളാണ്. അവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല. എനിക്ക് മറ്റ് വിവരങ്ങളൊന്നും നമ്മൾ ഈ പയ്യന്മാരുമായിട്ടുള്ള കൂടുതൽ ബന്ധമൊന്നുമില്ല. ഇപ്പം അറിഞ്ഞപ്പോഴാണ് ഇന്ന ആൾക്കാരാണെന്നൊക്കെ അറിഞ്ഞത്. അവരുടെ വീട് എവിടെ താമസിക്കുന്നത്? എവിടെ? ഇതിൻ്റെ അടുത്താണോ? ഇതിൻ്റെ അടുത്തില്ല, അടുത്ത് ഈ പ്രദേശത്ത് ആ പ്രദേശത്തൊക്കെ തന്നെ. അങ്ങോട്ട് ഉള്ളിലോട്ട് വേറെ റോഡുണ്ടാകും, അങ്ങോട്ട് പോകുമ്പോൾ പരിക്കേറ്റ 2 പേരും അല്ലേ? അതെ. ഈ പരിക്കേറ്റ 2 പേരും താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി പോലീസിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. ഇത് ഒരു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പക തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. കാരണം ഇവർ ഈ പ്രതികളും അതോടൊപ്പം തന്നെ ഈ ബോംബേറിൽ പരിക്കേറ്റിട്ടുള്ള ആളുകളുമൊക്കെ കാപ്പ ലിസ്റ്റിലുള്ളവരാണ്, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ പെട്ടവരാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഈ പകയാണ് ഇത്തരത്തിൽ ഈ അവരുടെ വീടിന് സമീപത്ത് വന്ന് ഇങ്ങനൊരു സ്ഫോടക വസ്തു എറിയുന്നതിലേക്കടക്കം എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതായാലും വിശദമായ പരിശോധനകൾ, ഈ എറിഞ്ഞത് നാടൻ ബോംബാണെന്നും അല്ലെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഇനി വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി ബോംബ് സ്ക്വാഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തു എറിഞ്ഞവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു അന്വേഷണം തുമ്പ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഇവിടെ സമീപത്തുള്ള വീട്ടിലെ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ വന്ന ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അവരുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സമാനമായി ഇത്തരം അക്രമ സംഭവങ്ങൾ നടക്കാറുള്ള സ്ഥലമാണോ? അതോ ഇങ്ങനെ സ്ഫോടക വസ്തു എറിയുക, ബോംബാണ് ആയിരിക്കുമല്ലോ, നാടൻ ബോംബും മറ്റുമായിരിക്കാമല്ലോ, അങ്ങനെ എറിയുന്നത് ഒരു പുതിയ സംഭവമാണോ സ്റ്റെഫിൻ? നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രതീഷ്, മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് കാണാം ഇവിടെ വീടുകളും അതോടൊപ്പം തന്നെ ചെറിയ കടകളും ഒക്കെ തന്നെ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു പ്രദേശമാണ്. ഇതിന് തൊട്ട് ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉണ്ട് നെഹ്റു ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറിയാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ ഈ പൂർണ്ണമായും വീടുകൾ ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ തികച്ചും സമാധാനപരമായി ആളുകൾ കഴിയുന്ന ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VSS ഇതിന് തൊട്ട് സമീപത്താണ്. 4 കിലോമീറ്റർ മാത്രമേ
ഉള്ളൂ. ഇവിടുന്ന് ഈ ജംഗ്ഷനിലേക്ക് എത്തിയിട്ട് കുറച്ച് ദൂരം പോയാൽ മതി VSSC. അങ്ങനെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലായൊക്കെ തന്നെ താമസിക്കുന്നത്. ഇത്തരത്തിൽ ആളുകൾക്കും നാട്ടുകാർക്കുമെല്ലാം തന്നെ വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ഇത്. കാരണം അത്തരത്തിൽ ഉള്ളൊരു ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇത്തരത്തിൽ ഒരു നാടൻ ബോംബ് എറിഞ്ഞുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കും ഒരു വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു നഗരപ്രദേശത്ത് ഒരു ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുക, അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡും പോലീസും ഒക്കെ തന്നെ അന്വേഷണത്തിന് വരിക, ആ ഒരു ആശങ്ക ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഉണ്ട്. ഏതായാലും വിശദമായ പരിശോധനകൾ ഇപ്പോൾ ഈ സ്ഥലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നേരത്തെ നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ ഒരു അപൂർവമായി ഇവിടെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ്. കാരണം ഇതിനു മുമ്പ് ഇത്തരം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രമസമാധാനപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരും പറയുന്നത്. രതീഷ്, ശരി. തുമ്പയിൽ നിന്നാണ് വിശദമായി തന്നെ AK സ്റ്റെഫിൻ അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം തുമ്പയിലാണ് യുവാക്കൾക്ക് നേരെ സ്ഫോടക വസ്തുണ്ടായത്. 2 പേർക്ക് പരിക്കേറ്റു. 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്.